ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കമലയും ശിവനും ഒരു രാഷ്ട്രീയക്കാരനായ സുഭാഷ് എന്ന് പറയുന്ന ആളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അയാളുമായി സംസാരിച്ച് ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ബാലേന്ദ്രനെ ഒരു സ്ഥലത്തേക്ക് വിളിക്കാമെന്നും ചർച്ചകളൊക്കെ നടത്താമെന്നുമുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രനെ ഫോണിൽ വിളിക്കുകയാണ് ശിവൻ. വിളിച്ചിട്ട് കിടന്നായിരുന്നോ എന്ന് ശിവൻ തിരക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നു, ഇല്ല, കിടക്കാൻ പോവുകയായിരുന്നു. എന്താ കാര്യം പറഞ്ഞു എന്ന് ബാലേന്ദ്രൻ പറയുന്നു. ശിവൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നാളെ നമുക്ക് ഒന്നുകൂടെ ചർച്ചയ്ക്കിരുന്നാലോ? ഉടനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ? ഇന്ന് നടന്നത് പിന്നെ ചീറ്റിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നു. ഉടനെ ശിവൻ പറയുന്നുണ്ട്, അത് ചെയ്യുന്നത് നീയല്ലേ, ഞങ്ങളല്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആര്, ഞാനോ? ഞാൻ നിങ്ങളെ ചീറ്റ് ചെയ്തോ? അപ്പോൾ ശിവൻ പറയുന്നു, എന്നെയല്ല ചീറ്റ് ചെയ്തത്, എൻ്റെ പെങ്ങളെയാണ്. ഉടനെ ഇപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരാരെ ചീറ്റ് ചെയ്തെന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് പറയണം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഫോൺ വയ്ക്കുക എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നു. ഇത് കേട്ടുടനെ ശിവൻ പറയുന്നുണ്ട്, ഫോൺ വെക്കരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉടനെ എന്താ കാര്യമെന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നു. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സംസാരിക്കണം, എവിടെയെങ്കിലും വെച്ചൊന്ന് കാണണം. ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, പക്ഷേ ആ വീട്ടിലോട്ട് ഞാൻ വരില്ല എന്ന് പറയുന്നു. ഉടനെ ശിവൻ ചോദിക്കുന്നുണ്ട്, ഈ വീടിന് എന്താ ഒരു കുഴപ്പമെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നു, അത് ചതിയുടെയും വഞ്ചനയുടെയും കൂടെ നിന്ന് ചതിക്കുന്നതിൻ്റെയും ഒക്കെ അടയാളമായിട്ടുള്ള ഒരു വീടാണ് എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ, അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്നല്ലേ നീ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്, അത് നീ മറന്നുപോയോ എന്നിങ്ങനെ ശിവൻ ചോദിക്കുന്നു. ഞാൻ മറന്നിട്ടൊന്നുമില്ല, അതിൻ്റെയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ എനിക്ക് സംസാരിക്കാനില്ല. അതുകൊണ്ട് എവിടെ ചർച്ച തീരുമാനിച്ചിരിക്കുന്നത് എന്ന് എന്നെ അറിയിച്ചാൽ മതി, ഞാൻ അവിടേക്ക് വന്നോളാം എന്ന് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷം ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ബാലചന്ദ്രൻ. ഈ സമയം ഇപ്പോൾ ശിവൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ശിവൻ ഇങ്ങനെ ഒന്ന് നോക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി ഇപ്പോൾ പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത്, ഞാൻ ചത്തിട്ടൊന്നുമില്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ഇങ്ങനെ ചിരിച്ചു കൊണ്ടുവന്ന് ശിവൻ പറയുന്നുണ്ട്, ഞാനതാ നോക്കാൻ വന്നതെന്ന് അമ്മയ്ക്ക് എങ്ങനെയാണ് മനസ്സിലായേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് എല്ലാവരെയും മനസ്സിലായടാ, ഇവിടെയുള്ള ഓരോന്നിനെയും എനിക്ക് മനസ്സിലായി, എനിക്ക് എല്ലാവരെയും നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ ശിവൻ ഇങ്ങനെ മുത്തശ്ശിയുടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇവിടെ എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുന്നു. എനിക്കൊരു കുഴപ്പമില്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് പറ, നീ കൂടുതൽ കിന്നരിക്കാനൊന്നും വരണ്ട എന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. ഉടനെ അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഞാൻ വന്നത് വേറൊന്നിനുമല്ല എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കറിയാം നീ എന്തിനാ വന്നതെന്ന്, വൈജയുടെ കാര്യം പറയാനല്ലേ, എന്താ കാര്യം എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ശിവൻ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രനും അലീനയും തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അമ്മയ്ക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്. ഉടനെ ശിവൻ പറയുന്നുണ്ട്, വേറെ പെണ്ണുകേസൊന്നുമല്ല, അല്ലാതെ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന്. അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിൽ വെറും ഒരു വേലക്കാരിക്ക് വേണ്ടി അവൻ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? അവനങ്ങനെ വെറും വേലക്കാരിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അവൻ്റെ കൈയും കാലും ഞങ്ങൾ തല്ലി ഓടിക്കും എന്നൊക്കെ ശിവൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുടനെ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഗൾഫിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് ഇപ്പം ശിവൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾ ഇവിടുന്ന് പോയതിന് ശേഷമേ അവൻ്റെ കൈയും കാലും ഒക്കെ ഒടിയുകയുള്ളൂ, അതിനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകൂ. ഏതായാലും ഒരു ചർച്ചയ്ക്ക് ഞങ്ങളവനെ വിളിച്ചിട്ടുണ്ട്, അതിനെ എങ്ങനെ അവൻ കൈകാര്യം ചെയ്യുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ശിവൻ പറയുന്നുണ്ട്, അവർ തമ്മിൽ മറ്റെന്തോ ബന്ധമുണ്ട്. കാരണം ബാലചന്ദ്രൻ ഇതിനു മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു, മക്കളോടൊക്കെ നല്ല സ്നേഹത്തിലല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ശിവൻ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ നല്ല സ്നേഹത്തിൽ തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെയായിരുന്നു ബാലൻ. അവൾ വന്നതിന് ശേഷം അടിമുടി മാറി. അങ്ങനെ മാറണമെങ്കിൽ നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു ബന്ധം അവർ തമ്മിലുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, നീ പറയുമ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, അതിൽ സത്യമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ ഡീൽ ചെയ്തോണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നു. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ മാന്യമായിട്ട് പെരുമാറാൻ ശ്രമിക്കും, എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുമ്പോൾ, എല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ച് നോക്ക്, എല്ലാം ശരിയാകുമോ എന്നൊന്ന് നോക്കാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്.
ശേഷം ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. രാവിലെ തന്നെ ബാലേന്ദ്രൻ ഇങ്ങനെ റെഡിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ചർച്ചയ്ക്കൊക്കെ പോകാമെന്ന് തീരുമാനിച്ചിട്ട്. എന്നിട്ടിപ്പോൾ ബാലേന്ദ്രൻ ശിവനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ വെച്ചാണ് ചർച്ചയെന്ന്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട് ബാലനല്ലേ പറഞ്ഞത് സുനന്ദയുടെ വീട്ടിൽ വെച്ച് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ കൂടാം എന്നിങ്ങനെ പറയുന്നു. എങ്കിൽ നിങ്ങളങ്ങോട്ട് പോര്, ആരൊക്കെയാണ് നിങ്ങൾ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ തിരക്കുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ആ രാജീവ് മേനോൻ വരുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, അയാളെ കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ ശിവൻ പറയുന്നു അല്ലെങ്കിലും അവൻ വരുന്നില്ല, നിങ്ങളും അവനും കൂടെ ശരിയാകില്ല, അതുകൊണ്ട് ഞാനും കമലയുടെ ആങ്ങളെയും പിന്നെ സുഭാഷും ഞങ്ങൾ 3 പേരേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ പോരും, ഞാൻ അവിടെ കാണും എന്ന് ബാലേന്ദ്രനും പറയുന്നു. അങ്ങനെ പറഞ്ഞ് അവരിപ്പോൾ ഫോൺ വെച്ചിരിക്കുകയാണ്. ഈ സമയം വളരെയധികം ടെൻഷനോടെ തന്നെ അലീന അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രനോട് സംസാരിക്കാനായി മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നു. അലീന എന്നിട്ട് ഇപ്പം ബാലേന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛൻ ഒറ്റയ്ക്കാണോ പോകുന്നത്, ഇവിടുന്ന് അവരൊത്തിരി പേര് കാണില്ലേ, അച്ഛൻ ഒറ്റയ്ക്ക് പോകണ്ട, ഇവിടുന്ന് ബബിതയോ അല്ലെ കൃഷ്ണമോളെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാൻ മേലെ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് മോളെ ഞാനൊരു ചർച്ചയ്ക്കാണ് പോകുന്നത്, അത് കൈവിട്ടു പോകുമോ, ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമോ എന്നൊന്നും എനിക്കറിയില്ല, മിക്കവാറും ഞാൻ വേറെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞെന്നിരിക്കും, കാരണവന്മാർ മാത്രം അറിയേണ്ട ചില രീതിയിൽ ഞാൻ സംസാരിച്ചെന്നിരിക്കും, അതുകൊണ്ട് ഞാൻ തനിച്ചു പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ഇപ്പോൾ അവിടെ നിന്നും ഇറങ്ങുകയാണ്. അപ്പോഴും അലീന വളരെയധികം ടെൻഷനിൽ തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് ശിവനും മറ്റ് 2 പേരും കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ കമല പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഫോൺ വിളിക്കുവാണെങ്കിൽ എടുക്കണേ എന്ന് പറയുന്നു. ആ ശരി എന്ന് പറഞ്ഞ് ശിവനുമൊക്കെ ഇപ്പോൾ അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ ചേച്ചിയുടെ വീടായ സുനന്ദയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ബാലേന്ദ്രൻ ശിവനെയൊക്കെ വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീടൊക്കെ ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ പണ്ട് വന്നൊരു ഓർമ്മയുണ്ട്, അത് വെച്ച് ഞങ്ങളങ്ങ് വന്നോളാം എന്നൊക്കെ ഇങ്ങനെ ശിവനും പറയുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് AACയുടെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ മതി, ആൾക്കാർ പറഞ്ഞു തരും എന്ന് പറഞ്ഞിപ്പോൾ ബാലേന്ദ്രൻ ഫോൺ വയ്ക്കുന്നു. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ ചേച്ചിയോട് ഭർത്താവിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ്റെ ചേച്ചി പറയുന്നുണ്ട് കുടിക്കൊന്നും ഒരു കുറവുമില്ലടാ, പിന്നെ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, അടിയും തല്ലും വഴക്കമൊന്നും ഇല്ല, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ചേച്ചി പറയുന്നു. എന്നിട്ടിപ്പോൾ ചേച്ചി തിരക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ കുടുംബ പ്രശ്നമെന്ന്. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ ഞാൻ പതിയെ പറയാം, ഇപ്പോൾ സമയമില്ലല്ലോ. ഉടനെ ഇപ്പോൾ സുനന്ദ പറയുന്നുണ്ട് നമ്മുടെ അനിയത്തി സുലോചന വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിലൊരു വേലക്കാരി വന്നിട്ടുണ്ടെന്നും അതിൻ്റെ പേരിലാണ് ആ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെ. ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും അല്ല സംഭവമെന്ന്. ഉടനെ ഇപ്പം സുനന്ദ പറയുന്നുണ്ട് എടാ നമുക്ക് നമ്മുടെ കുടുംബമാണ് വലുത്, നീയും നിൻ്റെ ഭാര്യയും മക്കളും, അതിനായിരിക്കണം നീ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാ വളർന്നു വന്നതെന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ചേച്ചി ഇതാ എന്തറിഞ്ഞിട്ട് എന്നോട് സംസാരിക്കുന്നേ, ചേച്ചി കേട്ടതൊന്നും അല്ല സംഭവങ്ങൾ, ഞാൻ ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറയാം, ഇപ്പോഴല്ല പിന്നെ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോൾ ആയിക്കോട്ടെ എന്നിങ്ങനെ സുനന്ദയും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ ശിവനൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അവരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് ബാലചന്ദ്രൻ. അവരെല്ലാം അകത്തേക്ക് ഇരിക്കുമ്പോൾ സുനന്ദ കൊണ്ടുവന്ന് എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ശിവൻ സുനന്ദയോട് ചോദിക്കുന്നുണ്ട് ഭർത്താവിനെ ഉടനെ പ്രമോഷൻ കിട്ടുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട് ഇപ്പോൾ CA ആയിട്ടിരിക്കേണ്ടതാണ്, 2 തവണ സസ്പെൻഷൻ കിട്ടി, അടുത്ത് തന്നെ SA ആവും എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ എങ്ങാനും വരുമോ എന്നും ശിവൻ തിരക്കുന്നുണ്ട്. വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്, ആളുടെ രീതികളൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് വരുമോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവരുടെ ചേച്ചി ഇപ്പം അങ്ങ് പോവുകയാണ്. ഇവിടെ അവർ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ സുനന്ദ ഇപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് പോയിരിക്കുകയാണ്. ഈ സമയം ഇപ്പോൾ സുനന്ദയുടെ ഭർത്താവ് വന്നിരിക്കുന്നു. എല്ലാവരും വന്നല്ലേ ബാല എന്നിങ്ങനെ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ അകത്തേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോൾ അവർ ഓരോന്നും പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് ബാലേന്ദ്രൻ്റെ ഉദ്ദേശമെന്ന് ശിവൻ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നും ശിവൻ ചോദിക്കുന്നു. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആര് വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യം ഈ പറയുന്നത്, എനിക്ക് യാതൊരു മനംമാറ്റവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ബാല ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്. ഉടനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാനാണോ കടുംപിടുത്തം പിടിക്കുന്നത്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കട്ടെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അലീന അവിടെ വന്നത്. അവൾ വന്ന് 2 ദിവസത്തിനകം വൈജയന്തിക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് അവളോട് തോന്നി, ഒരു കാര്യവുമില്ലാതെ അവളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. ഒരിക്കൽ അവൾ ചെയ്യാത്ത കുറ്റം അവളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചു. അതിനുശേഷം അത് അലീനയല്ല ചെയ്തതെന്നറിഞ്ഞു. പിന്നൊരു സമയത്ത് വ്യഭിചാര കുറ്റം വരെ അവൾ അടിച്ചേൽപ്പിക്കാൻ നോക്കി.
അതൊന്നും തന്നെ ശരിയായി നടന്നില്ല. പിന്നെ ശിവേട്ടൻ്റെ മകൻ ഹരി സ്വർണവും മറ്റ് സാധനങ്ങളുമൊക്കെ കൊടുത്ത് അവളെ കറക്കിയെടുക്കാൻ നോക്കി. അതും നടന്നില്ല. ഒരിക്കൽ ഹരി കുറച്ച് മയക്കുമരുന്നുമായിട്ട് വീട്ടിലേക്ക് വന്നു. രോഹിത്തിൻ്റെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് അത് അവളെ കൊണ്ട് കുടിപ്പിച്ച് അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, ഹരിയും എൻ്റെ മകനും കൂടി. അന്നവൾ രക്ഷപ്പെട്ടത് സ്വന്തം വയറ്റിൽ കത്രിക കുത്തിക്കയറ്റിയാണ്. അന്നും അവൾ ചെയ്ത ആ കാര്യങ്ങൾക്ക് തെറ്റുകാരി അവൾ മാത്രമായി. അന്നും ഹരിയെ രോഹിത്തിനെയോ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തി ഞാൻ കേട്ടില്ല. അതിനുശേഷം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് എന്നെ ബോധം കെട്ട് വീണ എന്നെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൾ എന്നെ രക്ഷപ്പെടുത്തി. അതായിരുന്നു അവൾ ചെയ്ത ഏറ്റവും വലിയ പാപം. അതിൻ്റെ പേരിൽ അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ എൻ്റെ ഭാര്യ തയ്യാറായി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അവൾ ബാഗ് പാക്ക് ചെയ്ത് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഇതിലെല്ലാം എന്താ അലീന ചെയ്ത കുറ്റം എന്നൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്നൊക്കെ ഇപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ശിവനാകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ എനിക്ക് കെട്ടിച്ചു തന്ന വൈജയന്തി എന്ന് പറയുന്ന ആ സ്ത്രീ എന്നോട് ചെയ്യുന്നത് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ ശിവൻ പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, അതൊക്കെ മറക്ക്. എന്നിട്ട് ഈ അലീന എന്ന് പറയുന്ന പെൺകുട്ടി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ കുടുംബം എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും, അതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ ശിവൻ ചോദിക്കുമ്പോൾ അത് ആർക്ക് വേണ്ടിയാണ് എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നു, അത് ബാലചന്ദ്രൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിലല്ലേ ഒരു കുടുംബമാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഇപ്പോൾ ഒരു അനാഥയല്ല, എൻ്റെ മകളാണ്. അതുകൊണ്ട് തന്നെ അവളും ഞാനും ആ കുടുംബത്തിൽ കാണും. എനിക്ക് വേണ്ടി അവരിതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്നും ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ പോരല്ലോ, തിരിച്ചും അങ്ങനെ വേണ്ടേ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര, ഇങ്ങനെ ചർച്ച ചെയ്താൽ ഒരിടത്തും എത്തത്തില്ല. വെറുതെ നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ വെറുതെ കാര്യങ്ങൾ പറയുന്നതല്ല, അലീന എൻ്റെ മകളാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ 10-23 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലായിരുന്നു. ആ സമയത്ത് വൈജയന്തി ആഗ്രയിലല്ലായിരുന്നോ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് ശിവൻ ഇപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ആയിരുന്നു, ഇപ്പോൾ അതിനെപ്പറ്റി ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. ഉണ്ടെന്നേ, ഞാൻ പറയാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ വീണ്ടും പറയുന്നു. ആ സമയം ഗംഗേട്ടൻ്റെ ഭാര്യയുടെ പ്രസവ സമയത്ത് സഹായിക്കാൻ വേണ്ടി കുറച്ച് നാൾ വൈജയന്തി അവിടെ പോയി നിന്നില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പോയി നിന്നായിരുന്നു, പിന്നെ പെട്ടെന്ന് തന്നെ വന്നായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ആകെ വിയർത്ത് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ശിവൻ. ആ സമയത്ത് എനിക്ക് ഗൾഫിൽ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ ഇങ്ങനെ ആശ്വസിച്ചിരിക്കുന്നുണ്ട് ശിവൻ. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.